എടി നീ ഞാൻ പറയുന്നതൊന്ന് കേക്ക്. ആ ബൽക്കീസ് കൊണ്ടുവന്ന ആലോചന നമുക്ക് നോക്കാം. അവര് അത്രയും നല്ല ആൾക്കാരാണത്രേ. അവളുടെ തൊട്ടടുത്ത അത്ര വീട്. ഇത് നടന്ന നമ്മുടെ ഭാഗ്യാണെന്ന് അവള് പറയുന്നത്. അത്രയും നല്ല കുടുംബക്കാരാണത്രേ. ഇഷ്ടംപോലെ സ്വത്തും പണവും ഒക്കെ ഉണ്ടത്രേ അവർക്ക്. നീ ഞാൻ പറയുന്നത് കേൾക്കണുണ്ടോ? നീ അവനെയൊന്ന് മറക്ക്. നിന്റെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ ഞാനും ബാപ്പി ഇങ്ങനെ കഷ്ടപ്പെടുന്നത്. ഞങ്ങള് കഷ്ടപ്പെട്ട പോലെ നീ കഷ്ടപ്പെടണ്ടെന്ന് വിചാരിച്ചിട്ടല്ലേ ഇതൊക്കെ ഞാൻ പറഞ്ഞു തരുന്നത്. നീ എങ്ങനെയെങ്കിലും അവനെയൊന്ന് മറക്ക്. നിന്റെ ഫോട്ടോ കണ്ടിട്ടാണെന്നുണ്ടെങ്കിലോ അവനക്ക് നല്ല ഇഷ്ടപ്പെടുകയും ചെയ്തിക്കണോ. അതന്നെ നമ്മളൊരു ഭാഗ്യല്ലേ. നിങ്ങളുടെ അടുത്ത് ആരാ എന്റെ അടുത്ത് ചോദിക്കാണ്ട് എന്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞേ? നീ എത്ര കോടീശ്വരനാണെന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ട. ഞാൻ എന്റെ ഇക്കാനെ കല്യാണം കഴിക്കുള്ളൂ. നീ നിങ്ങൾ നടത്തി തന്നില്ലേ അവർ ഞാൻ എന്റെ ഇക്കാന്റെ കൂടെ അങ്ങോട്ട് ഇറങ്ങിപ്പോ. നീ ആരിനെ സ്നേഹിച്ചാലും നമുക്ക് ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. അത് നമ്മൾ നടത്തി തരുകയും ചെയ്തായിരുന്നു. ഇത് വാപ്പിയും മാമമാരൊക്കെയും പോയി അന്വേഷിച്ചിരിക്കണു. അവൻ മഹാമോശാണെന്ന് എല്ലാരും പറയുന്നത്. അവന്റെ കുടുംബക്കാരും കൂടി അവനെ പറ്റിയിട്ട് നല്ലത് പറയാനില്ല. പിന്നെ ഇതൊക്കെ അറിഞ്ഞറിഞ്ഞ് നമ്മൾ എങ്ങനെ നിന്നെ അവനക്ക് കെട്ടിച്ചു കൊടുക്കുക? നീ ഒന്ന് പറയേ. ഇനി അഥവാ കെട്ടിച്ച് തന്നാൽ തന്നെ നീ കടന്ന് കഷ്ടപ്പെടുന്ന നമ്മൾ കാണേണ്ടി വരില്ലേ? അതുകൊണ്ടല്ലേ നമ്മൾ നിന്റെ അടുത്ത് ഇങ്ങനെ കെഞ്ചുന്നത്. നീ അതൊന്ന് മനസ്സിലാക്ക്. അല്ലെങ്കിൽ തന്നെ നിനക്ക് അവന് എത്ര നാളത്തെ പരിചയമുണ്ട്? കൂടി പോയ 4 5 മാസത്തെ പരിചയം അത്രയല്ലേ ഉള്ളൂ. ആരാ എന്താ ഒന്നും അറിയാണ്ടാണ് നീ അവനെ പ്രേമിച്ചിരിക്കുന്നത് അല്ലേ? എന്നാലേ നിന്റെ വാപ്പിയും മാമന്മാരും ഒക്കെ അവനെ കുറിച്ച് നല്ലോ അന്വേഷിച്ചിട്ടാണ് ഇത് വേണ്ടാന്ന് പറഞ്ഞത്. അതെന്താ നീ മനസ്സിലാക്കാത്തത്? എനിക്ക് എന്റെ ഇക്കാനെ നന്നായിട്ട് അറിയാം. അത്ര മോശമൊന്നല്ല ആള്. എന്റെ അടുത്തൊക്കെ നല്ല സ്വഭാവമാണല്ലോ. മാത്രമല്ല എന്നെ നല്ല ഇഷ്ടമാണ്. ഞാനത് നോക്കിയാ പോരെ. പിന്നെ ആൾക്കാർ ഓരോന്ന് പറയണമെന്ന് പറഞ്ഞിട്ട് അത് എന്റെ ഇക്കാന്റെ അടുത്തുള്ള ദേഷ്യം കൊണ്ട് ആൾക്കാർ പറയായിരിക്കും. എന്നെയൊക്കെ എന്റെയൊക്കെ പൊന്നു പോലെ നോക്കും. അതൊക്കെ അവൻ നിന്റെ അടുത്ത് കാണിക്കുന്ന അടവാണ്. അതൊന്നും നിനക്ക് ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലാവില്ല. കല്യാണമൊക്കെ കഴിഞ്ഞ് ഒന്ന് ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് ഇവന്റെയൊക്കെ തനി സ്വഭാവം പുറത്തു വരുള്ളൂ. പിന്നെ ആ സമയത്ത് ആലോചിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഉമ്മനി എന്ത് പറഞ്ഞാലും ശരി, അമ്മായി കൊണ്ടുവന്ന ആലോചന എനിക്ക് വേണ്ട. അത് ഞാൻ സമ്മതിക്കുന്ന ആരും വിചാരിക്കും വേണ്ട. ഇതാ നോക്ക്, ഇത്രയും നേരം ഞാൻ നിന്റെ അടുത്ത് മര്യാദയ്ക്കാ സംസാരിച്ചത്. ആ ചെക്കനായിട്ടുള്ള കല്യാണം നടക്കുന്നത് നീ സ്വപ്നം കാണണ്ട. അത് നമ്മൾ നടത്തി തരൂല്ല. ആ, എന്നാ നിങ്ങൾ പറയുന്നത് നടക്കില്ല. ഹലോ അക്ക, എന്നെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് വിളിച്ചിട്ട് പോണട്ടോ. ഇനി എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇവിടെ വീട്ടുകാർ എനിക്ക് വേറെ കല്യാണം നോക്കണുണ്ട്. ഇന്നലെ അമ്മായി ഒരു ആലോചന കൊണ്ടുവന്നു, അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തു. എന്നെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് വിളിച്ചിട്ട് പോ. നീ ഏത് നരകത്തിക്കാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു പ്രശ്നവും. ഇക്ക എന്റെ കൂടെ ഉണ്ടായാൽ മാത്രം മതി. ഇന്ന് രാത്രിയോ? ആ, വരുമല്ലോ അല്ലേ? ആ, ശരി. അവളവളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോയതല്ലേ, അല്ലാണ്ട് നമ്മൾ തള്ളിവിട്ടതൊന്നല്ലല്ലോ. ഏഹ് ഇനി അവള് ജീവിക്കാണ്ടിരിക്കേ എന്തോ ചെയ്യട്ടെ. നീ അതിനിങ്ങനെ വിഷമിച്ചിരുന്നിട്ട് എന്താ കാര്യം? എനിക്ക് എന്താ വിഷമം? എനിക്ക് ഒരു വിഷമവും ഇല്ല. നമ്മൾ അവളെ നല്ലപോലെ നോക്കി നന്നായി പഠിപ്പിക്കുകയും ചെയ്തു. നമുക്ക് അവളുടെ അടുത്തുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും നല്ലതുപോലെ ചെയ്തിട്ടുണ്ട്. തിരിച്ച് അവൾക്കും നമ്മളത്തെ കുറച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ? എന്നിട്ട് അവൾ എന്താ ചെയ്ത്? ഇന്നലെ കണ്ടവന്റെ കൂടെ അവൻ എന്നെ വലുതെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയില്ലേ? അവള് പോട്ടെ, പോയി ജീവിക്കട്ടെ. അതും പറഞ്ഞിട്ട് നമുക്ക് ജീവിക്കാണ്ടിരിക്കാൻ പറ്റുമോ? പുകഞ്ഞ പൊള്ളി പുറത്ത്. അത്രേ ഞാൻ കരുതുന്നുള്ളൂ. നിന്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ 2000 രൂപ എന്നാ. നിങ്ങൾ ചോദിക്കുമ്പോ തന്നെ ഞാൻ എന്താ പണം കഴിക്കണ മരാണ്? എന്റെ അടുത്തൊന്നും പൈസ ഇല്ല. വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൈസ ഒക്കെയും കഴിഞ്ഞു. എന്നാ കഴുത്തിലുള്ള മാലങ്ങൾ ഒരു തന്നാ മതി. ആ, ഞാനിപ്പൊ തന്നെ തരാം. ഞാൻ നിങ്ങളുടെ കൂടെ ഇറങ്ങി വന്നിട്ട് ഇപ്പൊ 1 മാസമായിട്ടുള്ളൂ. അപ്പോഴേക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്റെ കൈത്ത് 2 വളി ഊരിക്കൊണ്ടേ വിറ്റു നിങ്ങൾ. എന്റെ ഈ മാലയും കൂടി തരണല്ലേ? അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവുക? ഇവിടെ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങി പൈസ വേണ്ടേ? എന്റെ കയ്യിലൊന്നും 5 പൈസ അല്ല. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, എന്റെ കയ്യിലുള്ള ഒരു തരി സ്വർണ്ണം ഞാൻ നിങ്ങൾക്ക് ഊരി തരില്ല. തന്നിടത്തോളം മതിയായിരിക്കണം എനിക്ക്. ആ, നീ തരണ്ട. ഞാൻ ഉമ്മാന്റെ അടുത്ത് ചോദിച്ചു നോക്കട്ടെ. ആണല്ലാത്ത സാധനം, ഒരു പണിക്കും പോയില്ല. ഈ പണ്ടാരം ഒന്ന് കത്തണമില്ല. ഗ്യാസ് കഴിഞ്ഞിട്ട് 1 മാസമായി. അത് നിറയ്ക്കാൻ വല്ല നിവൃത്തിയുണ്ടോ? ഉമ്മാന്റെ കയ്യിൽ പൈസ വല്ലതും ഇരിക്കുന്നുണ്ടോ? നിനക്ക് നാണല്ലടാ എന്റെ അടുത്ത് വന്ന് ചോദിക്കാന്? ഒരു പണിക്കും തുരത്തിനും പോകാണ്ട്
ഇടയ്ക്കിടയ്ക്ക് ഉമ്മാ പൈസ ഉണ്ടോ വന്ന് ചോദിക്കുക അവന്. ഇവിടെ ഞാൻ തൊഴിലുറപ്പിന് പോണതുകൊണ്ട് ഇവിടുത്തെ അടുപ്പ് പോയിട്ടുണ്ട്, അത് നീ മറക്കണ്ട. ഒരു പണിക്ക് പോകാൻ പറഞ്ഞാൽ അവൻ കേൾക്കില്ല. ഇപ്പൊ അതാ ഇവിടുന്ന് ഒരു പെണ്ണിനെ വലിച്ചു കൊണ്ട് വന്നിക്കണം. അപ്പൊ ഞാൻ പണിക്ക് പോയിട്ട് അവൾക്കും കൂടി ചെലവിന് കൊടുക്കേണ്ട അവസ്ഥയാണ് ഇപ്പൊ എനിക്ക്. നീ പൊയ്ക്കോ, എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട കേട്ടോ. എവിടെ അവള്? പിന്നെ നാളെ മുതൽ അവൻ്റെ അടുത്ത് വല്ല പണിക്കും പോകാൻ പറഞ്ഞോ. എന്നെ കൊണ്ടൊന്നും പറ്റില്ല ഈ വയസ്സുകാലത്ത് പണിക്കും പോയി കൊണ്ട് നിങ്ങൾ രണ്ടാളിനും പോറ്റാന്. അതല്ല ഞാൻ ആലോചിക്കുന്നത്, നീ ഇത് എന്ത് കണ്ടിട്ട് അവന്റെ കൂടെ ഇറങ്ങി വന്നത്? ഫോണിൽ കൂടെ 2 മെസ്സേജ് അയച്ചിട്ട് ഒന്ന് പരിചയപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഇതുവരെ നോക്കി വളർത്തി വീട്ടുകാരനെയൊക്കെ അങ്ങോട്ട് വേണ്ടാന്ന് വെച്ചിട്ട് ഇറങ്ങി വരിക. എന്താ ഒരു കാര്യമാണ് ഓരോ പെൺകുട്ടികളുടെ ധൈര്യം ഞാൻ ആലോചിക്കുന്നത്. ഇവിടെ ഓരോ ദിവസം കഴിഞ്ഞു കൂടുന്നത് എങ്ങനെയെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. എനിക്കാണെങ്കിൽ ഷുഗർ പ്രഷർ പറഞ്ഞിട്ട് മാസം മാസം മരുന്നിന് തന്നെ വേണം ഒരു സംഖ്യ. അതിന്റെ ഇടയിൽ കൂടെ ഞാൻ പണിക്ക് പോയിട്ട് നിങ്ങൾക്ക് രണ്ടാൾക്കും ചെലവിനും കൂടി തരണം എന്ന് പറഞ്ഞാൽ അതൊക്കെ നടക്കുന്ന കാര്യം? നീ അവനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നാളെ മുതൽ വല്ല കൂലിപ്പണിക്കും പോകാൻ പറ. അല്ലാണ്ട് എന്നെ കൊണ്ടൊന്നും പറ്റില്ല നിങ്ങൾക്ക് ഇങ്ങനെ വെച്ച് വിളമ്പി തരാന്. ഞാൻ എന്താ പൈൻറ്റുകാരിയല്ലേ നോക്കാം. ഏ നീ ഇതാരുടെ സ്വപ്നം കണ്ടോട് നിൽക്കേടി? നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ? ആ ഞാൻ കുടിച്ചിട്ടുണ്ട്. നീ ആരെയാ ചോദിക്കാന്? ഞാൻ മാലം കൊണ്ട് ഊരിക്കൊണ്ട. നിങ്ങൾക്കല്ലേ ഞാൻ പറഞ്ഞത് തരാൻ പറ്റില്ല എന്നുള്ളത്. നീ തരണ്ട. ഞാൻ കിട്ടുമെന്ന് ഒന്ന് നോക്കി നോക്കട്ടെ. ഞാൻ ഇനിയും കുടിക്കാൻ തന്നെ പോണം. നിങ്ങൾ എന്നെ പറ്റിക്കായിരുന്നു അല്ലേ? ഫോണിൽ കൂടെ വിളിക്കുന്ന സമയത്ത് എന്തൊക്കെയായിരുന്നു, MBA വരെ പഠിച്ചിട്ടുണ്ട്, പിന്നെ പഞ്ചാര വാക്കുകളൊക്കെ വേറി. അതൊക്കെ വിശ്വസിച്ച് നിങ്ങളുടെ കൂടെ ഇറങ്ങി വന്ന് ഞാൻ എന്നെ പറഞ്ഞാൽ മതിയല്ലോ. എൻ്റെ അമ്മ എൻ്റെ അടുത്ത് ഒരു 1000 പ്രാവശ്യം പറഞ്ഞതാ ഇത് ശരിയാവില്ല, അവന്റെ സ്വഭാവം ശരിയല്ല എന്നുള്ളത്. അന്ന് അതൊന്നും എൻ്റെ മണ്ടയ്ക്ക് കയറിയില്ല. നിങ്ങളുടെ വാക്കും വിശ്വസിച്ച് നിങ്ങളുടെ കൂടെ ഇറങ്ങി വന്നു ഞാൻ. ഇനി എന്തായാലും എനിക്ക് എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. ഞാൻ എന്തായാലും ഒരു ജോലിക്ക് പോകാൻ തീരുമാനിച്ചിട്ട് തന്നെയാണ്. എൻ്റെ കൂട്ടുകാർ ഒരു ജോലി ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കറിയോ, എനിക്കൊരു നല്ലൊരു ഡ്രസ്സ് ഇടാനില്ല, നല്ലൊരു ഭക്ഷണം കഴിച്ച് ഞാൻ ദിവസങ്ങളായി. നിങ്ങൾക്ക് ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ? നീ ആരിനെ മയക്കാനാണ് ജോലിക്ക് പോണത്? അനാവശ്യം പറഞ്ഞാണ്ടല്ലോ ഞാൻ എൻ്റെ എല്ലാ ക്ഷമയും വിട്ടിട്ട് അവിടെ നിൽക്കുന്നത്. അല്ലെങ്കിൽ എനിക്കിതൊക്കെ കേൾക്കണം. എൻ്റെ ഉമ്മയും വാപ്പയും എന്നെ കൈവെള്ളയിൽ വെച്ചിട്ടാ വളർത്തിയത്. അതിൻ്റെ അടുത്ത് ഒരു വാക്കുപോലും പറയാണ്ട് നിങ്ങളുടെ കൂടെ ഇറങ്ങി വന്നില്ലേ? എനിക്കിതൊന്നും കേട്ടാ പോരാ. നോക്കിക്കോ, ഞാൻ ജോലിക്ക് പോകും. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. നീ ജോലിക്ക് പോവേ? എന്തിന്? നീ ജോലിക്ക് പോയ കണ്ടവന്മാരെ കൂടെ ഇറങ്ങിപ്പോയില്ലാന്ന് എന്താ ഉറപ്പ്? എന്റെ 2 പഞ്ചാര വാക്ക് കേട്ടപ്പോഴേക്ക് നീ ഇത്രയും കാലം നോക്കി വളർത്തിയ നിന്റെ വീട്ടുകാരനെ എതിർത്തിട്ട് എന്റെ കൂടെ ഇറങ്ങി വന്നവളല്ലേ നീ. ആ എനിക്ക് നിന്നെ അത്ര വിശ്വാസമല്ല. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ ജോലിക്ക് പോകുക തന്നെ ചെയ്യും. അല്ലാണ്ട് ഇവിടെ കടന്ന് പട്ടിണി കിടന്ന് ചാകാൻ എന്നെ കൊണ്ട് പറ്റില്ല. നിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലല്ലേ നീ ജോലിക്ക് പോവുള്ളൂ. ഞാൻ കാണിച്ചു തരാം. എവിടെ വന്നിട്ട് പോയോ? ആ, ഇനിയിപ്പോ വരുമ്പോ കുടിച്ച് 4 കാലായിരിക്കും കേറി വരിക. അങ്ങനെ ഒരു സാധനം എന്റെ വയറ്റിൽ തന്നെ വന്ന് പിറന്നല്ലോ, ഒരുത്തം കെട്ടവൻ. എന്താ നിന്റെ കവിളുത്ത്? ഓ, അപ്പൊ സ്നേഹമൊക്കെ മാറി തല്ലുവടിയായോ? ഞാനൊരു ജോലി ചെയ്തിട്ടെങ്കിലും ജീവിച്ചായിരുന്നു. എന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ കത്തിച്ചു. ആ, അതും കത്തിച്ചോ? ഇനിയപ്പോ ജോലിക്കൊന്നും പോകാൻ പറ്റില്ല അല്ലെ? ഓരോന്ന് ചെയ്തു വെക്കുമ്പോ ആലോചിക്കണായിരുന്നു. അവനവനക്ക് ചേരുന്ന ആൾക്കാരുടെ കൂടെ വേണം ഇറങ്ങി പുറപ്പെടാന്. പഠിപ്പ് മാത്രം ഉണ്ടായാ പോരാ, ഓരോന്ന് ചെയ്യുമ്പോഴേ അത് ചിന്തിക്കാനുള്ള ബുദ്ധിയും കൂടി വേണം. നീ ഇന്ന് വെറുതെ മോങ്ങിയിട്ടൊന്നും ഒരു കാര്യമില്ല. നീയേ ഒരു കാര്യം ചെയ്യേ, നാളെ മുതൽ എന്റെ കൂടെ പണിക്ക് വന്നോ. ഞാൻ ആ ബിന്ദുവിന്റെ അടുത്ത് വിളിച്ചു പറയാം നിന്റെ പേരും കൂടി എഴുതി ചേർക്കാന്. ഇനിയിപ്പൊ 2 ദിവസത്തിന് പണിയൊന്നും ഉണ്ടായില്ല. അടുത്ത ആഴ്ച മറ്റേ പണിയുള്ളൂ തോന്നണം. അപ്പൊ പിന്നെ എന്റെ കൂടെ വന്നോ, അല്ലാണ്ട് എന്നെ കൊണ്ടൊന്നും പറ്റില്ല കേട്ടോ. ഇപ്പൊ രണ്ടാൾക്കും കൂടി ഞാൻ പണിക്ക് പോയിട്ട് ചെലവിന് തരണം പറഞ്ഞ നടക്കുന്ന കാര്യമാണ്. അവനൊന്നും പണിക്ക് പോകുന്ന എനിക്കൊന്നും തോന്നുന്നില്ല. അവൻ പറഞ്ഞാൽ കേൾക്കൂല്ല. പണിക്കൊന്നിനും പോകാണ്ട് രണ്ടാളും കൂടി വീട്ടിൽ കുത്തിരുന്നിട്ട് എന്താ കാര്യം? അടുത്ത ആഴ്ച മുതൽ വന്ന എന്റെ കൂടെ. വെറുതെ ഒന്നും വീണ്ടും വിചാരം ഇല്ലാണ്ട് ഓരോ ചെയ്തു വെക്കുകയും ചെയ്യും. ഉമ്മ, ഞാനാണേ. എന്റെ അടുത്ത് അങ്ങനെയൊന്നും പറയണ്ടമ്മ. ഇനി ഞാൻ ഇവിടെ നിന്ന് ഇയാൾ എന്നെ തല്ലിക്കൊല്ലും. ഇയാൾ എന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്ത് കത്തിച്ചു. ഞാൻ വീട്ടിക്ക് വരട്ടമ്മ. ഹലോ, ഹലോ.
നീ ജോലിക്ക് പോവേ എന്തിന്? കണ്ടവന്മാരെ കൂടെ കണ്ടവന്മാരുടെ കൂടെ ഇറങ്ങി കണ്ടവന്മാരുടെ കൂടെ ഇറങ്ങി പോവാനാ? എന്റെ രണ്ട് പഞ്ചാര വാക്ക് കേട്ടപ്പോഴേക്കും നിന്നെ എന്ത് വളർത്തിയ? നീ ജോലിക്ക് പോയിട്ട് അവിടെ ഏതെങ്കിലും കണ്ടവന്മാരുടെ കൂടെ പോയി എന്തിന്? കണ്ടവന്മാരുടെ കൂടെ പോയി ഇറങ്ങിപ്പോയില്ലാന്ന് എന്ത് ഉറപ്പ്?